എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ 17ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ആ സർഗത്തിൽ ദേവതകളൊക്കെ ഭൂമിയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ സഹായത്തിനായിട്ട് വന്ന് അവതരിക്കുന്ന കഥയാണ് പറയാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദശരഥൻ്റെ 3 ഭാര്യമാർക്കും ഗർഭലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി എന്നാണ്. അത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു ദശരഥൻ ആ പായസം വിഭജിച്ച് നൽകിയത് കുറച്ച് അവ്യക്തമായിട്ടാണ്, പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. നമ്മൾ ധാരാളമായിട്ട് കേട്ടിരിക്കുന്ന കഥ ആ രീതിയിൽ തന്നെയാണ് തുഞ്ചത്താചാര്യനും എഴുതിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ് ബാലകാണ്ഡത്തിൽ വരണ വരികൾ. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. അധ്യാത്മരാമായണത്തിലെ വരികളാണിത്. കൃത്യമായിട്ട് പറയണത്, രാജാവ് ആ പായസം കൗസല്യയ്ക്കും കൈകേയിക്കും പപ്പാതിയായിട്ട് കൊടുത്തു. അവരുടെ ഭാഗത്തിൽ നിന്നും അർദ്ധഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ്. പക്ഷേ വാൽമീകി മഹർഷി ആയപ്പോഴേക്കും പകുതി, അതുപോലെ തന്നെ 4/1 8/1 എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറച്ചൊരു അവ്യക്തത അവിടെ ഉണ്ടായതായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവാം. ഇന്നത്തെ സർഗത്തിൽ ദേവന്മാർ ഭൂമിയിൽ വന്ന് ഭഗവാന്റെ ഒപ്പം, അതായത് ശ്രീരാമൻ്റെ ഒപ്പം സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ജനിക്കാൻ പോണ കഥയാണ് പറയണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. പുത്രത്വം തുഗതേ വിഷ്ണുരാജ്ഞസ്തസ്യ മഹാത്മന ഉവാച ദേവതാ സർവാ സ്വയംഭൂർഭഗവാനിദം. എല്ലാവരും കാണുക തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു 4ആയിട്ട് ദശരഥനിൽ പിറന്നോളാം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായത്. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരം ചെയ്യാനിരിക്കെ, അതാണ് തസ്യ മഹാത്മന രാജ്ഞ, ആ മഹാത്മാവായിട്ടുള്ള രാജാവിൻ്റെ ദശരഥൻ്റെ പുത്രനായിട്ട്, പുത്രത്വം ഗതേ വിഷ്ണു, പുത്രനായിട്ട് വിഷ്ണു ജനിക്കാനിരിക്കെ, പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല 4 ആളായിട്ടും വിഷ്ണു തന്നെയാണ് ജനിക്കാനിരിക്കുന്നത് എന്നിരിക്കെ, സ്വയംഭൂഹു ഭഗവാൻ ഇദം സർവാഹ ദേവതാഹ ഉവാച. സ്വയംഭൂവായിട്ടുള്ള ഭഗവാൻ, അതായത് ബ്രഹ്മാവ് അവിടെ ഉള്ളതായ സ്വർഗലോകത്തുള്ളവരായിട്ടുള്ള എല്ലാ ദേവതകളോടും ഇപ്രകാരം പറഞ്ഞു. സർവാഹ ദേവതാഹ, സ്ത്രീലിംഗത്തിൽ ദ്വിതീയ ബഹുവചനാണ് ദേവതാഹ, ദേവതമാരോട് എല്ലാവരോടും കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. ഉവാച, എന്താണ് പറഞ്ഞത്? 2ാമത്തെ ശ്ലോകം നോക്കാം. സത്യസന്ധസ്യ വീരസ്യ സർവേഷാം നോഹിതൈഷിണ വിഷ്ണോ സഹായാൻ ബലിന സൃജധ്വം കാമരൂപിണ. ഭഗവാന്റെ ഒരു രീതിയെ പറ്റിയിട്ടാണ് അവിടെ ബ്രഹ്മാവ് പറയണത്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ്. അതാണ് സത്യസന്ധസ്യ വീരസ്യ സർവേഷാം ന ഹിതൈഷിണ വിഷ്ണോഹോ ബലിന വിഷ്ണോഹോ. ഇതൊക്കെ വിഷ്ണുവിൻ്റെ പര്യായ പദങ്ങളായിട്ട്, വിശേഷണങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പര്യായമല്ല, വിശേഷണങ്ങൾ. സത്യസന്ധനാണ്. സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവൻ, പ്രവൃത്തിയിൽ കാണിച്ചു തരുന്ന ആൾ. വീരനാണ്. നമുക്കെല്ലാവർക്കും, ദേവന്മാർക്ക് എല്ലാവർക്കും ഹിതം വരണം, അവർക്കൊക്കെ നന്മയുണ്ടാവണം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവനായിട്ടുള്ള, അങ്ങനെയുള്ള വീരനായിട്ടുള്ള ആ വിഷ്ണുവിന് സഹായികളാവാൻ വേണ്ടിയിട്ട് കാമരൂപിണ സൃജധ്വം, എന്തു ചെയ്യണം? ബലവാന്മാരായിട്ട് നമ്മൾ സ്വയം തന്നെ ഭൂമിയിൽ സൃഷ്ടിക്കണം. നമ്മളെ തന്നെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഭൂമിയിൽ പോയിട്ട് ജന്മമെടുക്കണം. അതായത് ഭഗവാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ വരവ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. രാവണനെ പോലെയുള്ള അതിഭീകരനായിട്ടുള്ള ഒരു രാക്ഷസനെ വധിക്കുന്നത് ദേവന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ. അതുകൊണ്ട് ദേവന്മാരെല്ലാവരും തന്നെ ഭഗവാനെ പരിഗണിച്ചുകൊണ്ട് ഭൂമിയിൽ ജനിക്കുക തന്നെ വേണം എന്നാണ് ബ്രഹ്മാവ് ദേവതകളോടായിട്ട് പറയണത്. എന്നിട്ട് ഈ ദേവന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ അവരെ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ളതാണ് ബ്രഹ്മാവ് പറയണത്. മായാവിദശ്ച ശൂരാംശ്ച
വായുവേഗസമാൻ ജവേ നയജ്ഞാൻ ബുദ്ധിസമ്പന്നാൻ വിഷ്ണുതുല്യപരാക്രമാൻ. അടുത്ത 4-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അസംഹാര്യാനുപായജ്ഞാൻ ദിവ്യസംഹനനാന്വിതാൻ സർവാസ്ത്രഗുണസമ്പന്നാൻ അമൃതപ്രാശനാനിവ. ഇവിടെ പുരുഷന്മാരെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മായാവിദശ്ച, മായയെ പറ്റിയിട്ട്, അതായത് മായാരൂപമൊക്കെ ധരിക്കാൻ കഴിവുള്ളവരായിട്ട്, അങ്ങനെയൊക്കെ വേണം ഭൂമിയിൽ വന്ന് പിറക്കാൻ. അതുപോലെ ശൂരാംശ്ച, ശൂരന്മാരായിട്ട്, നല്ല ശൗര്യമുള്ളവരായിട്ട്, വായുവേഗസമാൻ ജവേ വായുവേഗസമാൻ, വേഗതയിൽ, ഓട്ടത്തിലോ ചാട്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെ അവരവരുടെ ഗുണത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിഷയത്തിൽ ആരെ പോലെ വേണം? വായുവേഗസമാൻ, വായുവിനെ പോലെ വേഗതയുള്ളവരായിട്ട്. അതുപോലെ നയജ്ഞാൻ, നയമറിയുന്നവർ, നയാനയങ്ങൾ, ഒരു രാജ്യം അല്ലെങ്കിൽ ജനങ്ങളെ, പ്രജകളെയൊക്കെ എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് അറിവുള്ളവരായിട്ട്. ബുദ്ധിസമ്പന്നാൻ, നല്ല ശ്രേഷ്ഠമായ ബുദ്ധിയോടുകൂടിയവരായിട്ട്. ദേവന്മാർക്കുണ്ടല്ലോ, ഭൂമിയിലെത്തുമ്പോഴും അതുപോലെ തന്നെയുള്ള ബുദ്ധിസമ്പന്നത കാത്തുകൊണ്ടുപോകണം. അങ്ങനെ ബുദ്ധിമാന്മാരായിട്ട്. വിഷ്ണു തുല്യപരാക്രമാൻ, പരാക്രമം കൊണ്ട് വിഷ്ണുവിനോടൊപ്പം നിൽക്കുന്നവർ. അതായത് വിഷ്ണു ആണല്ലോ ഭൂമിയിൽ പോയിട്ട് മനുഷ്യനായിട്ട് ജനിക്കാൻ പോണത്. ആ മനുഷ്യാവതാരത്തിൽ അതേപോലെ തന്നെ പരാക്രമശാലികളായിട്ട് ഭൂമിയിൽ പോയി ജനിച്ചോളുക, അതാണ് പറയണത്. മാത്രമല്ല അസംഹാര്യാൻ ഉപായജ്ഞാൻ, അസംഹാര്യന്മാരെന്ന് പറഞ്ഞാൽ തടയാൻ പറ്റാത്തവർ, ഒരു തരത്തിലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല, സംഹരിക്കാൻ പറ്റാത്തവർ, വധിക്കാൻ പറ്റാത്തവരൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഉപായജ്ഞാൻ, ജനങ്ങളെ, രാജ്യത്തെയൊക്കെ വേണ്ടതുപോലെ കൊണ്ടു നടക്കാനുള്ള ഉപായമറിയുന്നവരായിട്ട്. ദിവ്യസംഹനനാന്വിതാൻ, എല്ലാ കാര്യങ്ങളിലും ദിവ്യമായിട്ടുള്ള ആ മേധാശക്തി, ഇച്ഛാശക്തി, അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള കഴിവ്, ഇതൊക്കെ ചേർത്തിട്ടുള്ള മനുഷ്യരായിട്ട് ഭൂമിയിൽ അവതരിച്ചോളൂ. സർവാസ്ത്രഗുണസമ്പന്നാൻ അമൃത പ്രാശനാനിവ, എല്ലാ അസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ളവർ, എന്നാൽ അമൃതം പാനം ചെയ്തിട്ടുള്ളവർ, വധിക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട്, മനുഷ്യരായിട്ട്, അല്ലെങ്കിൽ കപീശ്വരന്മാരായിട്ട്. അങ്ങനെയാണല്ലോ അധികം ആൾക്കാരും ശ്രീരാമൻ്റെ കൂടെയുള്ളവരൊക്കെ വാനരന്മാരായിട്ടാണ്. അപ്പോൾ ആരായിട്ട് ഭൂമിയിൽ ജനിച്ചാലും നല്ല കഴിവുള്ളവരായിട്ട്, നയമുള്ളവരായിട്ട്, ജനങ്ങളെ കൊണ്ട് നടക്കാൻ കഴിവുള്ളവരായിട്ട് ഭൂമിയിലേക്ക് ചെന്നോളണം എന്നാണ് ബ്രഹ്മാവ് എല്ലാവരോടുമായിട്ട്, ദേവന്മാരോടൊക്കെ ആയിട്ട് പറയണത്. ഇനി ഈ ഉന്നതന്മാരായിട്ടുള്ള, ഉന്നത കുലജാതന്മാരായിട്ടുള്ള വാനരന്മാർ എങ്ങനെയാണ് ഭൂമിയിലുണ്ടാവുക? വാനരന്മാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വാനരത്വം, ഒരു കുരങ്ങൻ്റെ സ്വഭാവം ഉണ്ടാവുമല്ലോ, അതുണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അമ്മമാരായിട്ട് ആരെ സ്വീകരിക്കണം എന്ന് പറയാണ്. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അപ്സരസ്സു ച മുഖ്യാസു ഗന്ധർവീണാം തനൂഷു ച യക്ഷപന്നഗകന്യാസു ഋക്ഷീ വിദ്യാധരീഷു ച കിന്നരീണാം ച ഗാത്രേഷു വാനരീണാം തനൂഷു ച സൃജധ്വം ഹരിരൂപേണ പുത്രാം സ്തുല്യപരാക്രമാൻ. അവരവർ ഇനി പോയി ജനിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഉത്തമങ്ങളായിട്ടുള്ള സ്ത്രീകളെ കണ്ടെത്തിയിട്ട് അവരിലൂടെ പുത്രോത്പാദനം നടത്തിയിട്ട് അവരെ വാനരന്മാരാക്കുക, എന്നിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുക, അതേ നടക്കുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് അമ്മമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? അപ്സരസ്സുകൾ, മുഖ്യാസു അപ്സരസ്സു, മുഖ്യകളായിട്ടുള്ള ഉർവശി, മേനക തുടങ്ങിയിട്ടുള്ള അപ്സരസ്സുകൾ. അതുപോലെ തന്നെ ഗന്ധർവീണാം തനൂഷു, ഗന്ധർവികൾ, ഗന്ധർവന്മാർ പാട്ടുപാടി നടക്കണവർ, അവരുടെ സ്ത്രീകൾ ഗന്ധർവികൾ, അവരെയും. അതുപോലെ യക്ഷ പന്നക കന്യാസു, കന്യകമാർ, അതുപോലെ പന്നക കന്യകമാർ, പന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ പാമ്പുകളാണ്. അപ്പോൾ അവരെ പോലെയുള്ള സ്ത്രീകളെ സ്വീകരിക്കണം, സാധാരണക്കാരികളായിട്ടുള്ള സ്ത്രീകളല്ല, ഉത്തമങ്ങളായിട്ടുള്ള സ്ത്രീകളെ തിരഞ്ഞെടുത്തിട്ട്. അതുപോലെ ഋക്ഷി വിദ്യാധരീഷൂച്ച, ഋക്ഷികൾ, ഋക്ഷം എന്ന് പറഞ്ഞാൽ കരടിയാണ്. ജാമ്പവാനെയൊക്കെ ഋക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവികത ഉള്ളതായിട്ടുള്ള അങ്ങനെയുള്ള ഋക്ഷങ്ങൾ വേണം. ആ സ്ത്രീകളുടെ ശരീരം അല്ലെങ്കിൽ അവരെ പത്നിമാരായിട്ട് സ്വീകരിച്ചിട്ട്, വിദ്യാധരികളെ സ്വീകരിച്ചിട്ട്. മാത്രമല്ല കിന്നരീണാം ച ഗാത്രേഷു, കിന്നരികൾ, അതൊക്കെ അർദ്ധദേവതകളാണ്, അവരെയൊക്കെ സ്വീകരിച്ചിട്ട് അവരിൽ പുത്രോത്പാദനം നടത്തണം. എന്നിട്ടോ
അവരെ പോലെയുള്ളവർ ഒപ്പം തന്നെ ഉത്തമകളായിട്ടുള്ള വാനരീണാം തനൂഷുജ വാനര സ്ത്രീകളെ കൂടി കണ്ടെത്തിപ്പിടിച്ചിട്ട് സൃജധ്വം ഹരിരൂപേണ അവരിലൊക്കെ ഹരിരൂപേണ, ഹരി എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ്, കുരങ്ങന്മാരുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചോളൂ. ഹരിരൂപേണ പുത്രാം തുല്യപരാക്രമാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള പുത്രന്മാർ, വാനര രൂപത്തിലുള്ള പുത്രന്മാരെ സൃഷ്ടിക്കൂ. അവർക്കൊക്കെ നല്ല വിക്രമങ്ങളും പരാക്രമങ്ങളും ഒക്കെ ഉള്ളവരാവണം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരാവണം, അതിന് കഴിവുള്ളവരാവണം. അങ്ങനെയുള്ള പുത്രന്മാരെ സൃഷ്ടിക്കൂ ഈ പറഞ്ഞ സ്ത്രീകളിൽ. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യ സ്ത്രീകളിൽ നിന്നല്ല, ദേവ ഗന്ധർവ കിന്നര അപ്സര സ്ത്രീകളിലൊക്കെയാണ് പുത്രോത്പാദനം നടത്തേണ്ടത്. അവരെയൊക്കെ വാനര രൂപികളായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് ദേവന്മാരോട് ബ്രഹ്മാവ് പറയാണ്. എന്നിട്ട് ഒരാളുടെ കാര്യം മാത്രം എടുത്തു പറയാണ്. 7ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പൂർവമേവ മയാ സൃഷ്ടോ ജാംബവാൻ വൃക്ഷപുംഗവ ജൃംഭമാണസ്യ സഹസാ മമ വക്ത്രാദജായത. നിങ്ങൾ ബാക്കി വാനരന്മാരെയൊക്കെ ജനിപ്പിച്ചോളൂ. ഞാനൊരാൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, അതാണ് ജാംബവാൻ. ആരാണ് ജാംബവാൻ? പൂർവമേവ മയാ സൃഷ്ടോ ജാംബവാൻ വൃക്ഷപുംഗവ. കരടികളിൽ വെച്ച് അല്ലെങ്കിൽ കുരങ്ങന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ, അതാണ് ജാംബവാൻ. ജാംബവാനെ ഞാൻ നേരത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജാംബവാനെ സൃഷ്ടിച്ചത്? ജൃംഭമാണസ്യ മമ വക്ത്രാത് സഹസാ അജായത. ഞാൻ കോട്ടുവായിടാൻ വേണ്ടിയിട്ട് വായ തുറന്നപ്പോൾ എൻ്റെ വായിൽ നിന്നും ഉണ്ടായവനാണ് ജാംബവാൻ എന്നു പേരുള്ള വൃക്ഷം. മേലാസകലം രോമമൊക്കെ ഉള്ളത് കൊണ്ട് വൃക്ഷമായിട്ടാണ്, കരടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, കുരങ്ങനല്ല. എവിടെയും വൃക്ഷം എന്നാണ് പറയണത്, അല്ലെങ്കിൽ വൃക്ഷസദൃശനായിട്ടുള്ള ഒരു കുരങ്ങനാണ്. ഏതായാലും ജാംബവാനെ ഞാൻ സൃഷ്ടിച്ചു. അതേപോലത്തെ ധാരാളം കുരങ്ങന്മാരെ നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് സൃഷ്ടിച്ചോളിൻ. അവരാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സഹായമായിട്ട് ഭൂമിയിൽ ഉണ്ടാവാൻ പോണത് എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുത്രത്വം തുഗതേ വിഷ്ണുരാജ്ഞസ്തസ്യ മഹാത്മന ഉവാച ദേവതാ സർവാഃ സ്വയം ഭൂർഭഗവാനിദം സത്യസന്ധസ്യ വീരസ്യ സർവേഷാം നോഹിതൈഷിണ വിഷ്ണോ സഹായാൻ ബലിനസൃജധ്വം കാമരൂപിണ മായാവിദശ്ച ശൂരാംശ്ച വായുവേഗസമാഞ്ജവേ നയജ്ഞാൻ ബുദ്ധിസമ്പന്നാൻ വിഷ്ണുതുല്യപരാക്രമാൻ അസംഹാര്യാനുപായജ്ഞാൻ ദിവ്യസംഹനനാന്വിതാൻ സർവാസ്ത്രഗുണസമ്പന്നാൻ അമൃതപ്രാശനാനിവ അപ്സരസ്സു ച മുഖ്യാസു ഗന്ധർവീണാം തനൂഷു ച യക്ഷപന്നഗകന്യാസു ഋക്ഷീ വിദ്യാധരീഷു ച കിന്നരീണാം ച ഗാത്രേഷു വാനരീണാം തനൂഷു ച സൃജധ്വം ഹരിരൂപേണ പുത്രാം സ്തുല്യപരാക്രമാൻ. പൂർവമേവ മയാ സൃഷ്ടോ ജാംബവാൻ വൃക്ഷപുംഗവ ജൃംഭമാണസ്യ സഹസാ മമ വക്ത്രാദജായത. അങ്ങനെ ദേവന്മാരോടൊക്കെ വൃക്ഷങ്ങളുടെയും അതുപോലെ കുരങ്ങന്മാരുടെയും രൂപത്തിൽ ഭൂമിയിൽ വന്ന് ജനിക്കാൻ ബ്രഹ്മാവ് അതിനുള്ള ഏർപ്പാടുകളാക്കി, അതിനൊക്കെയുള്ള ആജ്ഞ കൊടുത്തു. ഭഗവാന്റെ ഒപ്പം പ്രവർത്തിക്കാനും ലക്ഷ്യം നേടാനും വേണ്ടിയിട്ടൊക്കെ ദേവന്മാരോടും കൂടി ഭൂമിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ശ്ലോകങ്ങൾ അവസാനിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.